ചില സഭകളുണ്ട്. മറിയം മുട്ടത്തോട്, യേശു കോഴിക്കുഞ്ഞ് പോന്നാ പിന്നെ തോടിന് എന്നാ വില. മറിയം പഴത്തൊലി, യേശു പഴം പോന്നാ തൊലിക്ക് എന്നാ വില. റാന്നിയിൽ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് അടൂരിലേക്ക് ബസ്സിൽ പോകുമ്പോൾ ഒരു ബെന്തിക്കോസ് പാസ്റ്റർ എന്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ മര്യാദക്കിരിക്കുക. എന്നെ ചോദിച്ചു, കല്യാണ സഭയിലെ അച്ഛനായത്. ഞാൻ പറഞ്ഞു, കത്തോലിക്ക സഭയിലെ അച്ഛൻ. പിന്നെ കറുത്ത വെള്ളം വേണ്ട ഇടാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വർഗത്തെ കാണുന്നത് പോലും എനിക്ക് അമർഷമാണ്, അതുകൊണ്ട് കരിങ്കുടിക്ക് പോരണോ എന്ന്. ഉടനെ പറഞ്ഞു, അച്ഛാ അറിയത്തില്ല എന്ന് ചോദിച്ചതാ. ഞാൻ പറഞ്ഞു, ഞങ്ങള് ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാരാണ്, എന്നും വണ്ടി യാത്രയാണ്. ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം പൊടി പിടിച്ച് കുപ്പായം മുഷിയും, അതുകൊണ്ട് ഏറ്റവും ചൗണ്ട നിറമുള്ള തുണി കൊണ്ട് ലോകം വെച്ചിട്ടതാണ് അരകിൽ അറിയിക്കാൻ വേണ്ടി. അയ്യോ കത്തോലിക്കാച്ചനല്ലേ? ഞാൻ പറഞ്ഞു, അതെ. എനിക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റില്ല. ഞാൻ വലിയ ചോദിച്ചു, എങ്ങനെയാച്ചാ മറിയം പ്രസവിച്ചിട്ടും കന്യകയായിരിക്കുന്നത്? വെറുതെ എന്റെ വായിന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ അടങ്ങിയിരിക്കുന്ന അച്ഛൻ. ഞാൻ പറഞ്ഞു, മാതാവിന്റെ കന്യാസോർത്ത് പാസ്റ്റർ ബുദ്ധിമുട്ടണ്ട, അത് മാതാവും ദൈവം കൊണ്ട് നോക്കിക്കോളും. ഇങ്ങനെ ഇയാളുടെ സഭയിലെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ കന്യാത്തം കളയാതെ അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ കൂടിയ മറുപടി പറയാം. ഒരു പരിധിയില്ല പറഞ്ഞില്ല. ആദ്യ കാലത്ത് നമ്മുടെ പെണ്ണുങ്ങളെയൊക്കെ കട്ടോണ്ട് കള്ളന്മാരാണ്. പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി സഭയെ ചേർത്ത വൃത്തികെട്ട വർഗമാണ്. അവൾ ചിലർ നമ്മൾ നിശ്ചിതമായിട്ട് പറഞ്ഞേ പറ്റുള്ളൂ. ഇങ്ങനെ അവർക്കെതിരായി എല്ലാരും അത് രണ്ട് സുതിപ്പും കൊട്ടും പറഞ്ഞ് നമ്മൾ തോന്നും ബെന്തിക്കോസ് നമ്മളുടെ ഒരുപോലെ. ഒന്നുമല്ല, സഭയ്ക്ക് വേറെ പ്രബോധനമുണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമുണ്ട്. അതില്ലാത്ത സഭ ബൈബിളിന്റെ സഭയല്ല. കാരണം യേശു ജനിച്ചപ്പം ആദ്യം കണ്ടത് ലൂക്കാ 2 മാതാവിന്റെ മുഖം. യേശു മരിച്ചപ്പം അവസാനം ലൂക്കാ 23 കണ്ടത് മാതാവിന്റെ മുഖം. അപ്പോസ്തലപ്രവൃത്തി 1:15 യേശുവിനെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം സഭയെ നയിച്ചത് പരിശുദ്ധ അമ്മ. ഒരഡ്രസ് ഇല്ലാത്ത കുറ്റി പറഞ്ഞവന്മാര് മാതാവിനെ പരിഹസിച്ച് സഭയെ പരിഹസിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യണ്ടേ? നല്ലവരുടെ മൗനമാ സഭയുടെ ശാപം. അതൊന്നും ഓർക്കില്ല. വേറൊരു കൂട്ടരുണ്ട്, ബൈബിളും ഒരു വീട് കയറിയാകും. ആദ്യമേ ഒറ്റയ്ക്കൊക്കെ ജോലിക്ക് വരുന്ന വീട്ടിൽ ആദ്യം വരും. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, കൂടുതൽ ആളെ കൂട്ടുക. ഭർത്താവിൽ നിന്ന് ഭാര്യയെ പറിച്ചു മാറ്റും, സഭയെ ചേരാൻ പറയും. ഭാര്യയിൽ നിന്ന് ഭർത്താവിനെ പറിച്ചു മാറ്റി തകർത്ത കുടുംബങ്ങളുണ്ട് ഈ ബെന്തിക്കോസുകാര്. ഞാൻ സാക്ഷ്യം വഹിച്ച കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. ഓരോരുത്തരെ ശക്തമായിട്ട് പറയുക. ചില വീട്ടിൽ കയറി വരും. ചില വീട്ടിൽ കയറി വന്നിട്ട് അവര് പറയുന്നത് എന്താ? ചില വീടുകളിൽ വന്നിട്ട് അവര് പറയുന്ന വാക്ക്, യേശുവിനെ കൂടാതെ മറിയത്തിന് വേറെ മക്കളുണ്ട്. യേശുവിനെ കൂടാതെ മറിയത്തിന് വേറെ മക്കളുണ്ട്. ഉദാഹരണം മർക്കോസ് 6:3. ഇത് വായിക്കാൻ പറയും. മർക്കോസ് 6:3 പറയുന്നത് എന്താ? യേശുവിന്റെ സഹോദരന്മാരായ യാക്കോബും ജോസയും. ഇപ്പൊ പറയുന്നു ചുരുങ്ങിയ പക്ഷം മറിയത്തിന് 3 മക്കളുണ്ട്. തെളിവ് മർക്കോസിന്റെ 6:3. ഇവരിങ്ങനെ പറയുന്ന രീതിയും വ്യത്യാസമുണ്ട്. നമ്മൾ മൈതി പറയും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്ന പോലെ, ലൂക്ക 4-ാം അധ്യായം 21 പറയുന്ന പോലെ. ഇവർക്ക് ഈ ക്ഷമയില്ല. ഇവര് വെടി വെക്കുന്ന പോലെ പറയുള്ളൂ. മത്തായിയുടെ 5:3, മർക്കോസിന്റെ 6:8, ലൂക്കായുടെ 10:11, യോഹന്നാന്റെ 6:21, അവന്റെ അമ്മയുടെ 41. പാലായിൽ ഒരു ചേട്ടനെ, പാലാക്കാരൻ ചേട്ടനെ കത്തോലിക്കാ സഭ വഞ്ചിച്ചിരിക്കും. എന്താ പറ്റുന്നത്? മർക്കോസിന്റെ 6:3 അവിടെ പറഞ്ഞ യേശുവിന്റെ സഹോദരന്മാരായ യാക്കോബും ജോസയും. പാലാക്കാരൻ ചേട്ടന് അറിയാവുന്ന ബൈബിളും അറിയാവുന്ന നമസ്കാരവും മുഴുവൻ പറഞ്ഞിട്ട് മറിയം 3 പ്രസവിച്ചത് സമ്മതിക്കാതെ ഈ ഗൈനക്കോളജിസ്റ്റ് എഴുന്നേറ്റ് പോവുകയാണ്. അവസാനം ചേട്ടൻ മടുത്തു. തന്റെ തനി രൂപമുണ്ട്, മുണ്ട് മടക്കി കുത്തി, തലയിൽ കിട്ടി ശരിക്കും എഴുന്നേക്കണം. എടാ മറിയം 300 പ്രസവിച്ചാലും നിന്റെ അപ്പന്റെ വീട്ടിൽ നല്ല ചെലവ്. അത് പാലാധിപതിക്ക് ഒറ്റയ്ക്ക് ചില അവന്മാരോട് ഇങ്ങനെ പറയണം, ഒരു തെറ്റുമില്ല. കാരണം കുടുംബം നശിപ്പിക്കാൻ വരുന്നവരോട് ഒരു പേപ്പട്ടിയെ നേരിടുന്നവരെ നമ്മൾ നേരിടാൻ പഠിക്കണം. അറിവും പഠിത്തമുള്ളവരോട് പറയേണ്ട രീതി വേറെയാണ്. അവരോട് പറയണം മർക്കോസ് 15-ാം അധ്യായം വായിക്കാൻ പറയണം. അത് വായന അറിയാവുന്ന വിവരമുള്ളവരോട് പറയണം മർക്കോസ് 15-ാം അധ്യായം വായിക്കണം. അത് വായിച്ചാൽ പിന്നെ പൊട്ടത്തിൽ ഒരിക്കലും പറയുകയില്ല. കാരണം മർക്കോസ് 15-ൽ പറയുന്നു, യേശുവിനെ തറച്ച കുരിശിന്റെ ചുവട്ടിൽ യേശുവിന്റെ സഹോദരനായ യാക്കോബിന്റെ അമ്മയായ